5 മിനിറ്റും കൂടെ കിടക്കുക. ഇന്നലെ ലേറ്റ് ആയതല്ലേ, കിടന്നതാ കാണുന്നത് 6:22 ഞാൻ എഴുന്നേറ്റത്. എന്നിട്ട് 6:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുളിക്കാൻ പോയത്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ, കണ്ണു വെക്കരുത് ഇതേപോലെ. ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. വെരി ഗുഡ് മോർണിംഗ്. ആൻഡ് ആക്ച്വലി ഞാൻ ഇന്നലെ വളരെ ഗുഡ് ഗേൾ ആയിട്ട് 5:55 എഴുന്നേറ്റു. ആൻഡ് ഇന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിപ്പോയി മാൻ. ഞാനിന്ന് 5 ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് ആപ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ റിപ്പീറ്റഡ് ഫുഡ്സ് ആയിരിക്കും. ആപ്പിളാണ്. കാരണം നിങ്ങൾ പറയും നിങ്ങൾക്ക് ടൈമില്ലേ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയോടെ. പക്ഷെ അങ്ങനെയല്ല. ഒരു ഡിസിപ്ലിൻ ഒരു ദിവസം ഒരു ആൻസർ എന്തെങ്കിലും 1 കിലോയെങ്കിലും എൻ്റെ കുറയും. അതുകൊണ്ട് ആപ്പിളാണ് കഴിക്കുന്നത്. ലഞ്ചും റിപ്പീറ്റഡ് ആണ്, ചപ്പാത്തി പരിപ്പാണ്. പറ്റിയെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കാം. ഓക്കെ. അപ്പം ഞാൻ എന്ത് പറഞ്ഞു വന്നേ, ഞാനിന്ന് അലറാമൊക്കെ അടിച്ചിട്ട് ലിജോ കുളിക്കാൻ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 5 മിനിറ്റും കൂടെ കിടക്കുക. ഇന്നലെ ലേറ്റ് ആയതല്ലേ, കിടന്നതാ കാണുന്നത് 6:22 ഞാൻ എഴുന്നേറ്റത്. എന്നിട്ട് 6:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുളിക്കാൻ പോയത്. അപ്പോൾ സമയമായി. ഞാനിനി ബാക്കി വീട്ടിൽ വന്നിട്ടെങ്ങാനും വീഡിയോ എടുക്കാം. ഓഫീസിൽ സമയം കിട്ടിയാൽ ഞാൻ സംസാരിക്കാം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ്. ഓക്കെ ഗൈസ്, പോയിട്ട് വന്നിട്ട് കാണാം. ഞാനിപ്പോൾ ഇറങ്ങി. വല്ലാത്ത ലേറ്റായി. ഞാൻ ലിഫ്റ്റിലാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം. ഞാൻ ലിഫ്റ്റിലാണ്. വല്ലാണ്ട് ലേറ്റായി. 7:10 ഇനി തുടങ്ങിയെങ്കിലും എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ, കണ്ണു വെക്കരുത് ഇതേപോലെ. ഞാൻ ഇന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഗൈസ്, ഞാൻ ഓഫീസിൻ്റെ അടുത്ത് എത്തി. ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. ആൻഡ് ഐ എം ഗോയിങ് ടു ദ ഓഫീസ്. ഇനി ഉച്ചവരെ ഒന്നും കഴിക്കരുത് എന്നുള്ളൊരു ഇതാണ്. ലൈക്ക് ഭക്ഷണം കുറയ്ക്കാം, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫ്രൂട്ട്സ് ഓർ എനിത്തിങ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഹൈലി റെക്കമെൻഡഡ് ടു ഹാവ് വെനെവർ യു ഹംഗ്രി. എന്ന് വെച്ചാൽ 10-20 പ്രാവശ്യമൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വിശന്നാൽ. ബിക്കോസ് ഞാൻ 6:30 ആപ്പിൾ കഴിക്കുന്നത്. 6:30, 6:45. അപ്പോൾ അങ്ങനെ ലെറ്റ്സ് സീ. വിശക്കുന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ചോ ഒരു ആപ്പിളോ മേ ബി അറൗണ്ട് 11-11:30 കഴിക്കാം. എനിക്ക് വിശന്നു, പക്ഷെ ഞാനൊന്നും കഴിച്ചില്ല. എൻ്റെ ടേബിളിൽ ആപ്പിളും പഴമൊക്കെ ഇരിക്കുന്നുണ്ടായി. ഞാൻ ഒന്നും കഴിച്ചില്ല ഗൈസ്. ഞാൻ ഉച്ച വരെ അങ്ങനെ ആയിരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ ആക്ച്വലി ചപ്പാത്തിയും പരിപ്പും ചീര സെപ്പറേറ്റ് ആയിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ ഞാൻ പരിപ്പിൻ്റെ കൂടെ ആയിട്ട് ചീര മിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരുമിച്ച് കഴിച്ചങ്ങട് എത്തി ഗൈസ്. ഞാൻ എത്തി. ആൻഡ് ഇതാണ് രാത്രിത്തെ വ്യൂ. രാത്രിത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് എന്തിനാണുള്ളത്. വി ആർ ഹിയർ ഫോർ വെയ്റ്റ് ലോസ്. ഇടയ്ക്കിടയ്ക്ക് വെയ്റ്റ് ലോസിൻ്റെ കാര്യം ഞാൻ ഓർക്കണം. ആൻഡ് ഇപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മെല്ലെ വിൽ സ്റ്റാർട്ട് വിത്ത് ദ എക്സസൈസ്. ഫ്രഷപ്പൊക്കെ ആയിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലുള്ള കംഫർട്ടബിൾ ക്ലോത്തിങ് ഒക്കെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തു എക്സസൈസ്. ഞാനൊരു 20 മിനിറ്റ്സോളം ചെയ്തു. ഞാൻ അധികം ഹെവി ആയിട്ടുള്ള എക്സസൈസസ് ഒന്നും ചെയ്യുന്നില്ല. ബിക്കോസ് ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് ഓഫ്. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് വരാം ആദ്യം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ സിമ്പിൾ എക്സസൈസൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ഞാൻ ചെയ്തു. എല്ലാം കൂടി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, കുറച്ചേ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. റിസൾട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി എക്സസൈസ് സീരീസ് അങ്ങോട്ട് തുടങ്ങും. ആൻഡ് ദെൻ ഞാൻ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായി. ആൻഡ് അത് ആക്ച്വലി കരിഞ്ഞു പോയതാണ്. അതുകൊണ്ട് അതും കൂടി തിന്നു. പിന്നെ കുറച്ച് മീനും ഉണ്ടായി. പിന്നെ വീറ്റ് ബ്രെഡും കൂടി കഴിച്ചു. ഈ ഇടയായിട്ട് എൻ്റെ കുട്ടന് ഇത്തിരി സെൽഫ് പാമ്പറിങ് സെഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫേസ് മസാജും ഹെഡ് മസാജും. ആക്ച്വലി കുറേ ഹെയർ ലോസിൻ്റെ ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് ഇതൊക്കെ. സെൽഫ് ട്രീറ്റ്മെൻ്റ് ആണ്. ഞാൻ അങ്ങനെ ഒരു ചോളം കൂടി കഴിച്ചിട്ട് Day 2 എൻഡഡ്. ബൈ.